സന്ദർശക വിസയിൽ യുഎഇയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത നിരവധി പേരെ കുഴപ്പത്തിലാക്കുന്നു. നിയമം പാലിക്കുന്നുണ്ടോ എന്ന പരിശോധനയിൽ മലയാളികളടക്കം നിരവധി പേർ ദുബായ് വിമാനത്താവളത്തിൽ കുടുങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. മടക്കയാത്രാ ടിക്കറ്റ് പോലും ഇല്ലാത്തവരാണ് കുടുങ്ങിയത്. നാട്ടിലെ വിമാനത്താവളങ്ങളിലും സന്ദർശക വിസയിൽ പുറപ്പെടുന്നവർക്കുള്ള പരിശോധന കൂടുതൽ കർശനമാക്കി. യുഎഇയിലേക്ക് സന്ദർശക വിസയിൽ യാത്ര ചെയ്യുമ്പോൾ നിലവിലുള്ള ചില നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കാത്തതാണ് പല യാത്രക്കാർക്കും വിനയായത്. സന്ദർശക വിസയിൽ യാത്ര ചെയ്യുന്നവർക്ക് നിർബന്ധമായും മടക്കയാത്രാ ടിക്കറ്റ് കൈവശമുണ്ടാകണം. യുഎഇയിലെത്തിയാൽ എവിടെയാണ് താമസിക്കുന്നത് എന്നത് സംബന്ധിച്ച തെളിവും കൈവശം വേണം. ഇതിന് ഹോട്ടൽ ബുക്കിംഗ് രേഖകളോ യുഎഇയിലുള്ള ബന്ധുവിന്റെ മേൽവിലാസമോ തെളിവായി ഹാജരാക്കാം. ദുബൈയിലെത്തി എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ തിരക്കിയാൽ കൃത്യമായി മറുപടി നൽകാൻ സന്ദർശക വിസയിൽ യാത്ര ചെയ്യുന്നവർക്ക് സാധിക്കേണ്ടതുണ്ട്. 30 ദിവസത്തെയോ 60 ദിവസത്തെയോ ടൂറിസ്റ്റ് വിസയിലാണ് പലരും യുഎഇയിലെത്തുന്നത്. ജോലി അന്വേഷണത്തിനെത്തുന്നവരും നിയമപ്രകാരം യുഎഇയിൽ ടൂറിസ്റ്റുകളാണ്. സന്ദർശകരുടെ കയ്യിൽ 5000 ദിർഹമോ 1 ലക്ഷത്തിലേറെ രൂപയോ അല്ലെങ്കിൽ ഇത്രയും തുകയുടെ ബാങ്ക് കാർഡുകളോ വേണമെന്നാണ് നിയമം. ഈ നിയമം പാലിക്കുന്നുണ്ടോ എന്ന പരിശോധന കർശനമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധന കൂടുതൽ കർശനമാക്കിയതോടെയാണ് പലരും കുടുങ്ങിയത്. ദുബായ് വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 നിരവധി പേർ കുടുങ്ങിയെന്ന റിപ്പോർട്ടുകളുണ്ട്. തിരിച്ചുപോകാൻ വാലിഡായ റിട്ടേൺ ടിക്കറ്റ് പോലും ഇല്ലാതെ എത്തിയവരാണ് കുടുങ്ങിപ്പോയവരിൽ പലരും. മീഡിയ 1 ദുബായ്.